ഇംഗ്ലീഷ് ഫ്ലുവൻ്റായി സംസാരിക്കാൻ എന്ത് ചെയ്യണം? ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ നല്ല ആഗ്രഹമുണ്ടായിട്ടും ഇതുവരെ ഇംഗ്ലീഷ് സംസാരം ശരിക്കങ്ങോട്ട് മെനയാകാത്ത ഒരാളാണോ നിങ്ങൾ? എങ്കിൽ ഈ പറയുന്ന 3 ഏരിയകളിൽ ഏതിലാണ് നിങ്ങളുടെ അറിവും സ്കില്ലും കുറവുള്ളത് എന്നത് മനസ്സിലാക്കി ആ ഭാഗത്ത് കൂടുതൽ ഫോക്കസ് ചെയ്ത് ഇംപ്രൂവ് ചെയ്യുക. ഏത് ഭാഷ സംസാരിക്കാനും ഈ 3 സ്റ്റെപ്പുകൾ മസ്റ്റാണ്. ഫോക്കസ് ഏരിയ 1, വേർഡ് ബാങ്ക് അഥവാ പദസമ്പത്ത്. ഒരു ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. പിന്നെ പ്രധാനപ്പെട്ട വെർബുകളുടെ എല്ലാം അർത്ഥവും, വെർബുകൾ അഥവാ കർമ്മങ്ങളുടെ V1 V2 ഫോമും അഥവാ പ്രസൻറ്റ് ടൈമിൽ ഉപയോഗിക്കേണ്ടതും കഴിഞ്ഞു പോയ പാസ്റ്റ് എങ്ങനെയാണ് പറയേണ്ടതെന്നും മനസ്സിലാക്കുക. കൂടാതെ ഓക്സിലറി വെർബ്, വാചകങ്ങൾ ഉണ്ടാക്കാൻ മസ്റ്റായ ഓക്സിലറി വെർബ്സുകൾ പഠിക്കുക. ഈസ്, ആർ, ആം, ഡു, ഡിഡ്, ഹാവ്, ഹാസ്, ക്യാൻ, വില്ല്, ഷുഡ്, വുഡ് തുടങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട ഓക്സിലറി വെർബ്സുകൾ പഠിക്കുക. അതിൻ്റെ കൂടെ വേർഡുകളുടെ മുമ്പ് ഉപയോഗിക്കുന്ന പ്രപ്പോസിഷൻ ഏറ്റവും പ്രധാനപ്പെട്ടത് പഠിക്കുക. ഇന്ന്, അറ്റ്, ഓഫ്, ഫോർ, ആസ്, ബൈ, ടു, വിത്ത് തുടങ്ങി ഏറ്റവും പ്രധാനപ്പെട്ട പ്രപ്പോസിഷനുകളുടെ അർത്ഥവും പഠിക്കുക. ഇങ്ങനെ പദസമ്പത്ത് സെറ്റാക്കുക. ഫോക്കസ് ഏരിയ 2, ഏറ്റവും ബേസിക്കായ ഗ്രാമറും സംസാരത്തിൻ്റെ ഏറ്റവും ബേസിക് സ്ട്രക്ചറും പഠിക്കുക. ഗ്രാമർ മുഴുവനായി അറിഞ്ഞാലേ ഒരു ഭാഷ സംസാരിക്കാൻ പറ്റൂ എന്ന് ഒരു ഭാഷയിലും ഇല്ലാത്തതിനാൽ ഭാഷയുടെ ഏറ്റവും അടിസ്ഥാനപരമായ സംസാരത്തിൻ്റെ രീതി മാത്രം മനസ്സിലാക്കുക. ഇംഗ്ലീഷിൽ ആദ്യം സബ്ജക്റ്റ് അഥവാ പ്രവർത്തനം ലീഡ് ചെയ്യുന്ന ആളെ ആദ്യം പറയുക. ശേഷം പിന്നെ വെർബ് അഥവാ പ്രവർത്തനം എന്തെന്ന് പറയുക. അതിൻ്റെ ശേഷം ഒബ്ജക്റ്റ്, ആ പ്രവർത്തനവുമായി കണക്ട് ചെയ്ത് പറയാനുള്ള മറ്റു വാചകങ്ങൾ പറയുക എന്ന ക്രമത്തിൽ സംസാരിച്ച് പരിശീലിക്കുക. ഇതിനായി ഇടയ്ക്കിടെ ഒരു പേപ്പറിൽ നിത്യജീവിതത്തിലെ വാചകങ്ങൾ മലയാളത്തിൽ എഴുതി അത് ഇംഗ്ലീഷിലാക്കി പരിശീലിക്കുക. സ്റ്റാർട്ടിങ്ങിൽ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അറിവുള്ളവരോട് മടി കൂടാതെ ചോദിച്ച് ആദ്യത്തെ 5 വാക്കുകൾ മലയാളത്തിൽ എഴുതി അത് ഇംഗ്ലീഷിലേക്ക് മാറ്റി, പിന്നെ വേറൊരു സമയത്ത് 5 വാക്കുകൾ എഴുതി ഇംഗ്ലീഷിലേക്ക് മാറ്റി ഇങ്ങനെ പരിശീലിക്കുക. ഇത് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ഫോക്കസ് ഏരിയ 3, പ്രൊനൗൺസിയേഷൻ അഥവാ ഉച്ചാരണ രീതിയും ശരിയായ വാഗ് പ്രയോഗവും ശൈലിയും ഇംപ്രൂവ് ചെയ്യുക. ഇതിനായി നമ്മൾ ഏതൊരു ഭാഷയാണോ പഠിക്കുന്നത് ആ ഭാഷയിലുള്ള വീഡിയോകൾ, ഇൻ്റർവ്യൂ, ന്യൂസുകൾ, സിനിമകൾ, ഡയലോഗുകൾ എന്നിവയൊക്കെ കേട്ട് അവരുടെ സംസാരത്തിൻ്റെ ആ ഒരു ഫ്ലോയും അവരുടെ ഉച്ചാരണം പ്രൊനൗൺസിയേഷനും പഠിക്കുക. ഈ മേഖലയിൽ ഏറ്റവും ഉപകാരപ്രദമായ വീഡിയോസ് നമ്മുടെ അല മീഡിയയിൽ തുടർന്നും വരുന്നതായിരിക്കും. അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു.